വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. യൂസ് ഫോർ മൈ ടാലന്റ് എന്ന ഡ്രാമയുടെ 4ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ എസ്കലേറ്ററിൽ വെച്ച് ആക്സിഡന്റലി സംഭവിച്ച കിസ് രണ്ടുപേരെയും ശരിക്കും ഞെട്ടിച്ചെങ്കിലും ആദ്യത്തെ ഞെട്ടൽ മാറിയപ്പോൾ റെൻഷി ഒരു വിധത്തിൽ അവളുടെ പുറകിൽ വലിച്ച് അവളെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഷുവാൻജി ഒന്ന് പൊങ്ങിയെങ്കിലും വീണ്ടും കാൽ തെറ്റി മുന്നോട്ടഞ്ഞ് വീണ്ടും അവനെ കിസ് ചെയ്യുന്നു. അവർക്ക് പുറകെ ഇറങ്ങി വന്ന വാങ്ഷിയാനും മാർക്കും അപ്പോഴേക്കും അവിടെ എത്തിയിരുന്നു. സീൻ കണ്ട് അവളും ആകെ ഷോക്കാകുന്നുണ്ട്. താഴെ എത്തിയ ശേഷമാണ് റെൻഷിക്ക് അവളിൽ നിന്ന് മാറാൻ കഴിഞ്ഞത്. ചുറ്റും കണ്ടു നിന്നവരൊക്കെ അവരെ കളിയാക്കുന്ന രീതിയിൽ കമന്റ് അടിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷെ റെൻഷിക്ക് അപ്പോഴേക്കും മൈസോഫോബിയ കൂടി അവൻ ബോധം കെട്ട് വീഴുന്നു. എല്ലാവരും കൂടി അവനെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അവന് ബോധം വീഴുന്നവരെ ശിവാൻജി ഒരു മൂലയ്ക്ക് മാറി നിന്ന് കരയുകയായിരുന്നു. ബോധം വീണപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് തന്നെ അടുത്തേക്ക് ഓടിച്ചെന്ന് സോറി പറയാൻ തുടങ്ങിയെങ്കിലും ഇപ്പോൾ എനിക്ക് നിന്നെ കാണാനൊട്ട് താല്പര്യമില്ല, നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് അവൻ പറയുന്നു. അപ്പോഴേക്കും വാങ്ഷിയാൻ ശിവാൻജിക്ക് നേരെ തിരിഞ്ഞ് അവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു. റെൻഷിക്ക് മൈസോഫോബിയ ആണെന്നുള്ള വിവരം കമ്പനിയിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതറിഞ്ഞിരുന്നുകൊണ്ട് നീ ദുരിതാശത്തോടെ മനഃപൂർവ്വം ചെയ്തതല്ലെന്നൊക്കെ പറഞ്ഞ് അവൾ നിർത്താതെ ശിവാൻജി വഴക്ക് പറയുന്നു. എനിക്കറിയില്ലായിരുന്നു എന്ന് ശിവാൻജി പറഞ്ഞെങ്കിലും അവൾ കേൾക്കാൻ കൂട്ടാക്കാതെ ഫയറിംഗ് തുടരുകയാണ്. സൈകെട്ട് റെൻഷി ഡോങ്ഷിക്ക് സിഗ്നൽ കൊടുത്തപ്പോൾ അവൻ തൻ്റെ കോട്ടൂരി വാങ്ഷിയാൻ്റെ അരയ്ക്ക് ചുറ്റി അവളെ ബലമായി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു. ശിവാൻജിയോട് വീട്ടിൽ പോയിക്കോളാൻ റെൻഷി പറഞ്ഞെങ്കിലും അവൾ പിന്നെയും അവിടെ തന്നെ നിൽക്കുകയാണ്. അവളുടെ മുഖത്തേക്ക് നോക്കിയ റെൻഷിയുടെ ശ്രദ്ധ മുഴുവൻ പോയത് ചുണ്ടിലേക്കാണ്. കിസിനെ കുറിച്ച് ഓർമ്മ വന്ന അവന് തൊണ്ട വരളുന്ന പോലെ തോന്നുന്നുണ്ട്. അത് ശ്രദ്ധിച്ച ശിവാൻജി അവന് കുടിക്കാനായി വെള്ളം ഒഴിച്ച് നൽകിയെങ്കിലും അവൻ ഗ്ലാസ് വാങ്ങാത്തതിനാൽ അതവിടെ മേശപ്പുറത്ത് വെച്ചിട്ട് പോകുന്നു. ഡോങ്ഷി ലിഫ്റ്റിനടുത്ത് എത്തിയപ്പോഴാണ് വാങ്ഷിയനെ താഴെ നിർത്തിയത്. ബോസിന് സുഖമില്ലാതിരിക്കുകയല്ലേ, ഒരുപാട് ശബ്ദം കേൾക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്ന് അവൻ പറയുന്നു. നീ എന്താണ് കോട്ട് ചുറ്റിക്കൊണ്ട് എന്നെ എടുത്തത്, നീയും മൈസോഫോബിക്കാണോ എന്നവൾ ചോദിക്കുന്നു. അതുകൊണ്ടല്ല, അവളുടെ ഡ്രസ്സിന്റെ ഇറക്കം കുറവായതുകൊണ്ടാണ് എന്നവൻ പറയുന്നു. വാങ്ഷിയാൻ ശരിക്കും അവന്റെ ആ കരുതലിൽ ഇംപ്രസ് ആകുന്നുണ്ട്. ലിഫ്റ്റിന്റെ ഡോർ കംപ്ലീറ്റ് തുറക്കുന്നതിന് മുമ്പ് വാങ്ഷിയാൻ യാത്ര പറഞ്ഞ് അതിലേക്ക് കയറാൻ തുടങ്ങുന്നത് കണ്ട് ഡോങ്ഷി ഓടിച്ചെന്ന് വലിയ സ്റ്റൈലിൽ അവളെ തടഞ്ഞിട്ട് ഡോർ ഫുൾ ഓപ്പൺ ആകുന്നതിന് മുമ്പ് ലിഫ്റ്റിലേക്ക് കയറുന്നത് വളരെ അപകടമാണ് എന്ന് പറയുന്നു. വാങ്ഷിയാന് വീണ്ടും അവനെക്കുറിച്ച് മതിപ്പ് തോന്നുന്നുണ്ട്. റെൻഷിയുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ അവന്റെ ആദ്യം മുതലുള്ള അകന്ന പെരുമാറ്റത്തിന് കാരണം മൈസോഫോബിയ ആയിരുന്നല്ലോ എന്ന് ശിവാൻജി ചിന്തിക്കുന്നു. കമ്പനിയിൽ എല്ലാവർക്കും അറിയാമായിരുന്നിട്ട് ഞാൻ മാത്രം ഇതറിയാതെ പോയല്ലോ. ഞാൻ ചെയ്ത ദ്രോഹത്തിന് എങ്ങനെ പ്രായശ്ചിത്തം ചെയ്യുന്നതൊക്കെ ചിന്തിച്ച് നടക്കുമ്പോഴാണ് ആരോഗ്യം വീണ്ടെടുക്കാൻ ബോൺ സൂപ്പ് നല്ലതാണെന്ന് രണ്ടുപേർ പറഞ്ഞുകൊണ്ട് പോകുന്ന അവൾ കേട്ടത്. എന്തോ ഐഡിയ കിട്ടിയപ്പോൾ അവൾ വേഗം ഓടുന്നുണ്ട്. വാങ്ഷിയാനെ കൊണ്ടുവിടാൻ വന്ന ഡോങ്ഷിയുടെ വണ്ടി ബൈക്കാണെന്ന് അറിഞ്ഞപ്പോൾ ബൈക്കിൽ പോയാൽ എന്നെ വല്ല മീഡിയക്കാരും കാണാൻ ഇടയുണ്ട് എന്നവൾ പറയുന്നു. ഹെൽമെറ്റ് വെച്ചാൽ തിരിച്ചറിയില്ല എന്നവൻ പറഞ്ഞെങ്കിലും എൻ്റെ മുടിയൊക്കെ ഉഴപ്പും, ഞാൻ ടാക്സി വിളിച്ച് പോയിക്കോളാം എന്ന് പറഞ്ഞ് അവൾ ടാക്സി വിളിക്കാനായി ഫോണിൽ നോക്കുന്നു. റേറ്റ് കണ്ട് ഞെട്ടിയത് കൊണ്ട് ബൈക്കിൽ പോകുന്നതിൻ്റെ എക്സ്പീരിയൻസും ഒന്ന് അറിഞ്ഞിരിക്കാൻ നല്ലതാണെന്ന് പറഞ്ഞ് അവൾ അവൻ്റെ ബൈക്കിൽ കയറി പോകുന്നുണ്ട്. ശിവാൻജി എന്ന് സൂപ്പ് വെക്കാനുള്ള സാധനങ്ങൾ വാങ്ങിയാണ് വീട്ടിലെത്തിയത്. എക്സാം എടുത്തത് കൊണ്ട് ചേച്ചി തനിക്ക് വേണ്ടി വാങ്ങി വന്നതായിരിക്കുമെന്ന് കരുതി ജുൻജ ശരിക്കും ഹാപ്പിയാകുന്നുണ്ട്. അവനോട് പോയി പഠിക്കാൻ പറഞ്ഞിട്ട് അവൾ സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങുന്നു. ഇടയ്ക്ക് ലൂഷ്യൻ സഹായത്തിനെത്തുന്നുണ്ട്. ആദ്യം അവൾ ഉണ്ടാക്കിയ സൂപ്പ് ടേസ്റ്റ് ചെയ്ത ജുൻജയെ അത് തുപ്പിക്കളയാനായി ബാത്റൂമിലേക്ക് ഓടുന്നുണ്ട്. അത് മാറ്റിയിട്ട് അവൾ വീണ്ടും സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങുന്നു. ഇത്തവണ അവളുടെ കണ്ണിൽപ്പെടാതെ ലൂഷ്യൻ അവളെ ശരിക്കും സഹായിക്കുന്നുണ്ട്. വേണ്ട ചെരുവുകളെല്ലാം അവൾ അറിയാതെ അതിലേക്ക് ഇടുന്നു. ഇത്തവണ സൂപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ അവൻ അവളോട് പറയുന്നു. ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾക്ക് സ്വന്തം കഴിവിൽ അഭിമാനം തോന്നുന്നുണ്ട്. അവൻ സഹായിച്ച ഒന്നും അവൾ അറിഞ്ഞില്ലല്ലോ. ലൂഷ്യൻ കൂടുതൽ സൂപ്പ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത് നമുക്കല്ല, ബോസിനുള്ളതാണ്, ഞാൻ കാരണം അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് എന്ന് അവൾ പറയുന്നത്. അത് കേട്ടപ്പോൾ അവൻ ആകെ മൂഡ് ഓഫ് ആകുന്നുണ്ട്. അവൾ പെട്ടെന്ന് തന്നെ സൂപ്പ് മുഴുവൻ പാക്ക് ചെയ്ത് പുറപ്പെടുന്നു. സൂപ്പുമായി റെൻഷിയുടെ റൂമിന് മുന്നിലെത്തിയപ്പോൾ അകത്ത് നിന്ന് ഉച്ചത്തിൽ ആരുടെയും സംസാരം കേൾക്കുന്നതിനാൽ അവൾ വാതിൽക്ക് തന്നെ നിൽക്കുന്നു. ഇപ്പോൾ ഈ കുഴപ്പത്തിനിടയാക്കി ജോലിക്കാരിയെ പുറത്താക്കണം എന്ന് പറഞ്ഞ് റെൻഷി അവന്റെ മുത്തശ്ശൻ വഴക്ക് പറയുകയായിരുന്നു. അപ്പോൾ പക്ഷേ റെൻഷി അതിനെ ശക്തമായി എതിർക്കുന്നു. എന്റെ കമ്പനിയിലെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, മറ്റൊന്നും സംസാരിക്കാനില്ലെങ്കിൽ എനിക്ക് വിശ്രമിക്കണം എന്നവൻ പറഞ്ഞപ്പോൾ മുത്തശ്ശൻ പുറത്തേക്ക് പോകുന്നു. അദ്ദേഹം തന്നെ കാണാതിരിക്കാൻ ശിവാൻജി വേഗം ഓടിപ്പോയി അടുത്തുള്ള സോഫയിൽ ഇരിക്കുന്നുണ്ട്. മുത്തശ്ശൻ പോയി കഴിഞ്ഞപ്പോൾ അവൾ റെൻഷിയുടെ റൂമിലേക്ക് ചെല്ലുന്നു. നിന്നെ കാണണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അവൻ ചോദിക്കുന്നു. ഞാൻ ഈ സൂപ്പ് തരാൻ വന്നതാണ്, ഇത് സാറിൻ്റെ ആരോഗ്യം പെട്ടെന്ന് വീണ്ടെടുക്കാൻ സഹായിക്കും. ഇന്നു മുതൽ എല്ലാ ദിവസവും ഈ സൂപ്പ് ഞാൻ എത്തിച്ചോളാമെന്ന് പറഞ്ഞിട്ട് സൂപ്പ് അവൻ്റെ കയ്യിൽ പിടിപ്പിച്ചിട്ട് അവൾ മുടങ്ങുന്നു. തന്നോട് അടുക്കാൻ ഒരിക്കലും താല്പര്യം കാണിച്ചിട്ടില്ലാത്ത റെൻഷി സ്റ്റാഫായ ശിവാൻജിയോട് ഇൻട്രസ്റ്റ് കാണിക്കുന്നത് വാങ്ഷിയാന് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന്റെ വിഷമത്തിൽ ഒരു ബാറിൽ തനിച്ചിരുന്ന് മദ്യപിക്കുകയായിരുന്ന അവൾക്കരികിലേക്ക് അവളുടെ ഒരു സുഹൃത്ത് ജിയാൻ വെഞ്ചി വരുന്നുണ്ട്. അവൻ അവളെ വളയ്ക്കാൻ 3 വർഷമായി പുറകിൽ നടക്കുകയാണ്. പക്ഷെ ഒരു രക്ഷയുമില്ല. ഇപ്പോഴും കൂടെ ഇരുന്ന് സംസാരിച്ച് അവൻ അതിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. റെൻഷി കുറച്ച് കഴിഞ്ഞ് ആ സൂപ്പ് മുഴുവൻ കുടിച്ചു തീർക്കുന്നു. ഇന്ന് അവൾ കയ്യിൽ പിടിച്ചിട്ടും തനിക്ക് പ്രശ്നമൊന്നും ഫീൽ ചെയ്തില്ലല്ലോ എന്ന് അവൻ അപ്പോഴാണ് ചിന്തിച്ചത്. അവൻ ഉടൻ തന്നെ മൈസോഫോബിക്ക് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെ ഫോണിൽ കോൺടാക്ട് ചെയ്യുന്നു. ഒരാളുമായി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ക്ലോസ് കോൺടാക്ട് വന്നതിന് ശേഷം അയാളുമായി അടുത്തിടപഴകുമ്പോൾ മൈസോഫോബിയുടെ പ്രശ്നം ഉണ്ടാകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എൻ്റെ ശരീരം ആ വ്യക്തിയുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞു എന്നാണോ എന്നവൻ ഡോക്ടറോട് സംശയം ചോദിക്കുന്നു.
ക്ലോസ് കോൺടാക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ ആക്സിഡന്റിൽ കിസിനെ കുറിച്ച് അവൻ പറയുന്നു. ഒരു തവണ റിയാക്ട് ചെയ്തില്ല എന്ന് കരുതി എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല. അതുകൊണ്ട് വിദഗ്ധ ഉപദേശം ഇല്ലാതെ തൽക്കാലം ആ വ്യക്തിയുമായി കൂടുതൽ അടുക്കാൻ പോകണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഷിയാൻ അന്ന് രാത്രി ശിവാൻജിക്ക് ഒരു ഫേസ് മാസ്ക് നൽകുന്നുണ്ട്. നീ ലൂഷ്യാനുമായി പ്രണയത്തിലല്ലേ, നിനക്ക് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞാണ് അവൾ അത് നൽകിയത്. ഞാൻ ആരുമായും പ്രണയത്തിലൊന്നുമല്ല, പ്രത്യേകിച്ച് അവനോട് എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല. എന്നാലും നീ മാസ്ക് തന്നേക്ക്, പിന്നെ ഉപയോഗിക്കാമല്ലോ. ഇപ്പോൾ ഏറ്റവും വലിയ ആവശ്യം ബോസിന് എത്രയും പെട്ടെന്ന് അസുഖം ഭേദമാകണമെന്നും എൻ്റെ ജോലിക്ക് പ്രശ്നമൊന്നും ഉണ്ടാകരുതെന്നുമാണ് എന്ന് അവൾ പറയുന്നു. അടുത്ത ദിവസം അവൾ സൂപ്പുമായി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ റൺഷിക്കൊപ്പം ഡോങ്ഷിയാനെ കൂടാതെ അവൾക്ക് അടുത്തിടെ കിട്ടിയ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അവർ ഏതോ പ്രൊജക്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. BG എന്ന ഏതോ വലിയ കമ്പനിയിലെ ബിസിനസ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റാണ്. പക്ഷേ ഹോസ്പിറ്റലിലായത് കാരണം പ്രൊജക്റ്റ് അവതരിപ്പിക്കാൻ പോകാൻ റൺഷിക്ക് കഴിയുന്നില്ല. എനിക്കിങ്ങനെ ഒരു അപകടം സംഭവിച്ച കാര്യം അവരെ അറിയിച്ചിട്ട് കുറച്ച് സമയം കൂടി തരുമോ എന്ന് ചോദിക്കാൻ റൺഷി പറയുന്നു. ഈ സമയത്താണ് ശിവാൻജി സൂപ്പുമായി അകത്തേക്ക് കയറി ചെന്നത്. സൂപ്പ് മുറിയിൽ വെച്ചിട്ട് അവൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോയെങ്കിലും മറ്റുള്ളവർ വരുന്നവരെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്ത് പ്രൊജക്റ്റിനെ കുറിച്ചാണ് അവർ സംസാരിച്ചതെന്ന് അവൾ ചോദിച്ചറിയുന്നു. റൺഷിക്ക് അപകടം സംഭവിച്ചത് കാരണം ആ പ്രൊജക്റ്റ് മിസ്സാക്കാൻ സാധ്യതയുണ്ടെന്നും അവൻ ഒരുപാട് കാലങ്ങളായി പ്രതീക്ഷയോടെ കുറേയധികം കഷ്ടപ്പെട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന പ്രൊജക്റ്റാണതെന്നും ഒക്കെ അവൾ അറിയുന്നു. പറ്റിയ അപകടത്തിന് ഉത്തരവാദിത്വം പൂർണ്ണമായും അവൾക്കായതുകൊണ്ട് തന്നെ പ്രൊജക്റ്റ് നഷ്ടപ്പെടുന്ന കാര്യം അവൾ വളരെയധികം വിഷമിക്കുന്നു. ബോസിന് സുഖമില്ലെങ്കിലും നമുക്ക് 4 പേർക്കും കൂടി പ്രൊജക്റ്റ് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ട്രൈ ചെയ്തുകൂടെ എന്ന് അവൾ മറ്റുള്ളവരോട് ചോദിക്കുന്നു. മറ്റു 2 പേർക്ക് സമ്മതമായിരുന്നെങ്കിലും ഡോങ്ഷി ആദ്യം അടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ അവൾ വീണ്ടും പറഞ്ഞപ്പോൾ ട്രൈ ചെയ്ത് നോക്കാമെന്ന് അവന് സമ്മതിക്കുന്നു. അങ്ങനെ അന്ന് തന്നെ ആ പ്രൊജക്റ്റ് അവതരിപ്പിക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾ അവർ 4 പേരും കൂടി നടത്തുന്നു. മുഴുവൻ സമയവും അവർ അതിനുവേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. പ്രൊജക്റ്റ് അവതരിപ്പിക്കേണ്ട ദിവസം അവർ 4 പേരും കൂടി അതിനായി പുറപ്പെടുന്നു. അവർ BG കമ്പനിയിലേക്ക് കയറുന്നത് പുറത്ത് കാറിൽ അവരെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാൾ ആ സമയത്ത് തന്നെ ജിയാങ് വെജിയെ അറിയിക്കുന്നുണ്ട്. റിസപ്ഷനിൽ ചെന്ന് അവർക്ക് കാണേണ്ട ആളിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവിടെ കുറച്ചു നേരം കാത്തിരിക്കാൻ അവരോട് പറയുന്നു. അവിടെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് മുന്നിൽ കുറച്ച് സ്നാക്സ് കഴിക്കാനായി കൊണ്ടുവെക്കുന്നു. ഹുയു കണ്ടപ്പോഴേ ചാടി വീണു. ആർത്തിയോടെ കഴിക്കാൻ തുടങ്ങി. അല്പസമയത്തുള്ളിൽ തന്നെ അവന് വയറുവേദന തുടങ്ങുന്നതിനാൽ ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് ഓടുന്നു. സ്നാക്സിനെ കുറിച്ച് ഡോങ്ഷിക്ക് സംശയം തോന്നുമെങ്കിലും അപ്പോഴേക്കും അവർ പ്രതീക്ഷിച്ചിരുന്ന ആളെത്തി അവരോട് അകത്തേക്ക് വരാൻ പറയുന്നു. ഞാൻ പോയി ഹുയുവിനെ വിളിച്ചുകൊണ്ടുവരാം, നിങ്ങൾ അകത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് ഹുയു ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. പക്ഷെ അവൻ ചെല്ലുമ്പോൾ ബാത്റൂം തകരാറിലാണ്, അകത്തേക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒരാൾ അവനെ തടയുന്നു. ബലം പ്രയോഗിച്ച് അകത്തേക്ക് പോകാൻ തുടങ്ങി അവനെ സെക്യൂരിറ്റി ഓഫീസർ അവൻ തടഞ്ഞു വയ്ക്കുന്നു. കൂടുതൽ പ്രശ്നമുണ്ടാക്കാതെ തനിയെ തിരിച്ചു പോകാമെന്ന് അവൻ കരുതിയെങ്കിലും സെക്യൂരിറ്റി അവനെ വിടുന്നില്ല. ഈ സമയം ശിവാൻജിയും ഡോങ്ഷിയും കൂടി സെക്യൂരിറ്റി ചെക്കിംഗ് അടുത്തെത്തിയിരുന്നു. അവിടെ കടന്നു പോകണമെങ്കിൽ ID കാർഡ് കാണിച്ചേ പറ്റൂ എന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നയാൾ പറയുന്നു. മടിച്ചു പഠിച്ചാണ് ഡോങ്ഷി തൻ്റെ ID കാർഡ് നൽകിയത്. അത് മെഷീനിൽ റീഡ് ചെയ്തപ്പോൾ ഡേഞ്ചർ എല്ലാം അടിക്കുന്നുണ്ട്. അവന് മുമ്പ് ക്രിമിനൽ റെക്കോർഡ് ഉള്ളതുകൊണ്ടും ജയിലിൽ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ടുമാണ് അങ്ങനെ സംഭവിച്ചത്. ക്രിമിനൽ റെക്കോർഡുള്ള ഒരാളെയാണോ നിങ്ങളുടെ കമ്പനി പ്രൊജക്റ്റ് അവതരിപ്പിക്കാനായി പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ച് അവർ എതിർക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ പ്രൊജക്റ്റിൻ്റെ ഭാഗമല്ല, അവിടുത്തെ ഡ്രൈവർ മാത്രമാണെന്ന് പറഞ്ഞിട്ട് പ്രൊജക്റ്റ് അവതരിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ഡോങ്ഷി ശിവാൻജിയെ ഏൽപ്പിക്കുന്നു. അവിടെ എത്തിയപ്പോൾ മുതൽ ടെൻഷൻ കാരണം മുട്ടുറയ്ക്കാൻ തുടങ്ങിയിരുന്ന ശിവാൻജിക്ക് ഇതുകൂടി ആയപ്പോൾ പിന്നെ പറയണ്ടല്ലോ. അറിയാവുന്ന സകല ദൈവങ്ങളെ വിളിച്ചുകൊണ്ടാണ് അവൾ അകത്തേക്ക് പോയത്. പ്രൊജക്റ്റ് അവതരിപ്പിക്കുന്ന ടീമിനെ മുന്നിൽ കണ്ടപ്പോൾ അവളുടെ ടെൻഷൻ ഒന്നുകൂടി കൂടുന്നുണ്ട്. അവിടെ കൂടിയിരുന്നവർക്ക് അവളെ കണ്ടപ്പോൾ തന്നെ പ്രൊഫഷണൽ അല്ല എന്ന് മനസ്സിലാകുന്നു. ടെൻഷൻ കാരണം കൈയും കാലും പുറയ്ക്കുകയായിരുന്ന ശിവാൻജിക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്തൊന്നും ശരിക്കും ഓർമ്മ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒരു തുണ്ടു പേപ്പറിൽ കയ്യിൽ എഴുതി വെച്ചിരുന്നത് നോക്കി അവൾ എങ്ങനെയൊക്കെയോ കുറച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇടയ്ക്ക് അവർ എങ്ങോട്ടോ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ എന്ത് മറുപടി പറയണമെന്നറിയാതെ അവൾ ആകപ്പെടുന്നു. ആ സമയത്താണ് അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് റൺഷി അവിടെ എത്തിയത്. നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവദൂതനെ പോലെയാണ് അവൾക്ക് അപ്പോൾ തോന്നിയത്. ലേറ്റ് ആയതിനാൽ സോറി പറഞ്ഞ് അവിടെ കൂടിയിരുന്നവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ റൺഷി അവർക്ക് പ്രൊജക്റ്റിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അവനെ കണ്ടതോടെ ജീവൻ തിരിച്ചു കിട്ടിയ പോലെ ശിവാൻജി ആക്റ്റീവായി നിന്ന് സ്ലൈഡ് കാണിക്കാനും മറ്റും അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവതരണം കഴിഞ്ഞ് റൺഷിക്കൊപ്പം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് പെൻഡ്രൈവ് മുറിക്കുള്ളിൽ വെച്ച് മറന്ന കാര്യം അവൾ ഓർത്തത്. അത് തിരികെടുക്കാനായി അവൾ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട വെഞ്ചി റൺഷിയെ കാണാനായി അവിടെ എത്തുന്നു. ബിസിനസ്സിൽ റൺഷിയുടെ മുഖ്യ എതിരാളികളിൽ ഒരാളാണ് വെഞ്ചി. റൺഷി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രൊജക്റ്റുകളും അവന് കണ്ണുവെക്കാറുണ്ട്. ഇവിടെയും അതേ ഉദ്ദേശത്തിൽ തന്നെയാണ് അവൻ എത്തിയിരിക്കുന്നതെന്ന് റൺഷിക്ക് നന്നായി അറിയാം. അതിനെക്കുറിച്ച് സൂചിപ്പിച്ച് അവർ തമ്മിൽ ചെറിയൊരു സംവാദം നടക്കുന്നുണ്ട്. അപ്പോഴേക്കും ശിവാൻജി മടങ്ങി വന്നതിനാൽ കൂടുതൽ തർക്കിക്കാൻ നിൽക്കാതെ റൺഷി അവളെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. അവർ ലിഫ്റ്റിനടുത്തെത്തിയപ്പോൾ അതിലെന്തോ പ്രശ്നം കാണിക്കുന്നതിനാൽ 4th ഫ്ലോർ അത്രയ്ക്ക് മുകളിലൊന്നുമല്ല, നടന്നു പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് ബാഗും പിടിച്ചു വാങ്ങി റൺഷി സ്റ്റെയറിനടുത്തേക്ക് നടക്കുന്നു. ബാഗ് ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞ് ശിവാൻജി പുറകെ ചെന്നെങ്കിലും നിനക്കെന്നെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ആ ഡോർ തുറക്കാൻ അവൻ പറയുന്നതിനാൽ അവൾ ആദ്യം ഡോർ തുറന്ന് സ്റ്റെയർ കേസ് ഭാഗത്തേക്ക് കയറുന്നു. പെട്ടെന്ന് അവിടെ മറിഞ്ഞു നിന്നിരുന്ന ഒരാൾ ഒരു ബക്കറ്റ് അഴുക്കുവെള്ളം അവർക്ക് നേരെ എറിയുന്നു. അവൾ റൺഷിയെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നതിനാൽ വെള്ളം മുഴുവൻ അവളുടെ ദേഹത്തേക്കാണ് വീണത്. അയാൾ പെട്ടെന്ന് അവിടെ ഓടി താഴേക്ക് പോകുന്നുണ്ട്. റൺഷി പുറകെ ഓടാൻ തുടങ്ങിയെങ്കിലും അവൾ അവനെ പിടിച്ചു നിർത്തുന്നു. സാറിന് കുഴപ്പമില്ലെന്ന് പറ്റിയോ എന്നവൾ ചോദിക്കുന്നത് കേട്ടപ്പോൾ നിന്റെ ഈ അവസ്ഥയിൽ നീ എൻ്റെ കാര്യമാണ് ശ്രദ്ധിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അവൻ വേഗം തൻ്റെ കോട്ടൂരി അവളെ ധരിപ്പിച്ചിട്ട്
അവളെയും കൊണ്ട് കാറിനടുത്തേക്ക് പോകുന്നു. അവിടെ കാത്തിരിപ്പുണ്ടായിരുന്ന ഡോങ്ഷി അവരുടെ വരവ് കണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ച് ഓടി അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങിയെങ്കിലും വണ്ടി തുറക്കാൻ അവൻ പറയുന്നു. എപ്പോഴത്തെയും പോലെ സീറ്റ് കവർ ഇടാൻ തുടങ്ങിയപ്പോൾ അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവളെ അകത്തേക്ക് കയറ്റി ഇരുത്തുന്നുണ്ട്. ദേഹമാകെ അഴുക്കൂറിന്റെ ശിവാഞ്ചിക്കൊപ്പം അത്ര അടുത്തിരുന്നിട്ടും അവന് പ്രത്യേകിച്ച് അസ്വസ്ഥത ഒന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. ടിഷ്യൂ വെച്ച് വെള്ളം തുടച്ചുകൊണ്ടിരുന്ന അവളുടെ തലയിൽ ഒരു കഷ്ണം ടിഷ്യൂ പറ്റി പിടിച്ചപ്പോൾ അവനതെടുത്ത് കളയുന്നുമുണ്ട്. മാത്രമല്ല വണ്ടിയിലുണ്ടായിരുന്ന ടവൽ കൊണ്ട് അവളുടെ തലയിൽ വെള്ളം കളയാൻ ശ്രമിക്കുന്നുമുണ്ട്. ശിവാഞ്ചിക്ക് റെൻഷിയോട് ചെറിയ റൊമാൻസ് ഒക്കെ ഫീൽ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്ന് അവളുടെ നോട്ടം കണ്ടാൽ അറിയാം. അവളെ വീട്ടിൽ കൊണ്ടാക്കാനാണ് അവർ പോയത്. അവർ വണ്ടിയിൽ ചെന്നിറങ്ങുമ്പോൾ ലൂഷ്യൻ സ്കൂട്ടർ തുറച്ചുകൊണ്ട് മുറ്റത്തന്നെ നിൽപ്പുണ്ട്. ശിവാഞ്ചിയുടെ നനഞ്ഞു കുളിച്ച ഉള്ള കോലം കണ്ട് ലൂഷ്യൻ അടുത്തേക്ക് ചെന്ന് എന്ത് പറ്റിയെന്ന് അന്വേഷിക്കുന്നു. അഴുക്കുവെള്ളം വീണതാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞെങ്കിലും കുഴപ്പമില്ല എന്ന് നീ പറഞ്ഞാൽ മതിയോ, പനി പിടിച്ചാൽ എന്ത് ചെയ്യുമെന്ന് അവൻ ചോദിക്കുന്നു. എംപ്ലോയീസിനെ എങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ശരിയാണോ എന്ന് ചോദിച്ചവൻ റെൻഷിയോട് ദേഷ്യപ്പെടുന്നു. എൻ്റെ എംപ്ലോയീസിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ അതിൽ ഇടപെടേണ്ടെന്ന് റെൻഷി പറഞ്ഞപ്പോൾ ഇടപെടാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ ശിവാഞ്ചി അടുത്തേക്ക് പിടിച്ചു നിർത്തുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക.